യുഎഇയിൽ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്പം മുമ്പ് വന്നത്. അൽഹിന്ദ് ട്രാവൽ ആൻഡ് ടൂറിസിന് നൽകിയ പാസ്പോർട്ട് സേവന കരാറുകൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയ വാർത്തയാണ്. ടെൻഡർ നടപടികളിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഈ ടെൻഡറിൽ പങ്കെടുത്ത 2 കമ്പനികൾ ഡൽഹി ഹൈക്കോടതിയിൽ നേരത്തെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അത് പരിഗണിച്ച കോടതിയാണ് നിലവിലെ ടെൻഡർ നടപടികൾ റദ്ദാക്കാനുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോ നിലവിൽ പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് പഴയ BLS ഇന്റർനാഷണൽ തൽക്കാലം സേവനങ്ങൾ തുടരണമെന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തിനകം പുതിയ ടെൻഡർ വിളിക്കണം, അത് നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതടക്കമുള്ള കോൺസുലർ സേവനങ്ങൾക്കായിട്ടുള്ള പ്രവാസികളുടെ ബുദ്ധിമുട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും എന്നുള്ളതാണ് ഈ വാർത്തയുടെ ചുരുക്കം. ഇപ്പോൾ ഇന്ത്യൻ മിഷനുകളാണ് അത് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ BLS ഇന്റർനാഷണലുമായിട്ട് ഒരു കരാറും കാര്യങ്ങളും ഒക്കെ ഒപ്പിടുന്ന ആ ഒരു ദിവസത്തെ കാലതാമസമൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടതായി വരും. എന്തായാലും ഡൽഹി ഹൈക്കോടതിയുടെ വിധി പ്രകാരം അൽഹിന്ദുമായുള്ള ടെൻഡർ നടപടികൾ കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പീൽ നടപടികളോ മറ്റു കാര്യങ്ങളോ എങ്ങനെയാണെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തൽക്കാലം BLS ഇന്റർനാഷണൽ പാസ്പോർട്ട്, കൗൺസിലർ, വിസ സംബന്ധമായിട്ടുള്ള ഇന്ത്യൻ പ്രവാസികൾക്കടക്കം നൽകുന്ന സേവനങ്ങൾ നടത്തും എന്നാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പുതുതായി പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കൻ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ US ഇറാൻ സംഘർഷം ജൂലൈ 15 ഇന്ന് ബുധനാഴ്ച പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. പിരിമുറുക്കം ശക്തമാണ്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കടക്കം US സേന വീണ്ടും ആക്രമണങ്ങൾ നടത്തി. തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കുന്ന രീതിയിലാണ് ഏകദേശം 7 മണിക്കൂറിലധികം നീളുന്ന ആക്രമണം US സേന നടത്തിയത്. തിരിച്ചടിയായി ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും മറ്റു മേഖലാ രാജ്യങ്ങളിലേക്കും ഡ്രോൺ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ബഹ്റൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ജോർഡന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഒക്കെ ശത്രുതാപരമായിട്ടുള്ള മിസൈലുകളെ ചെറുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കോ കാര്യങ്ങളോ ഇല്ല, എങ്കിലും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ അറിയിക്കുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ആക്രമിച്ചുകൊണ്ട് സൈനിക നടപടി വ്യാപിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച രാത്രി വൈറ്റ് ഹൗസിൽ നടന്ന സിറ്റുവേഷൻ റൂമിൽ ട്രംപ് നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തു എന്നാണ്. ഇറാനെതിരായ സൈനിക നടപടികളെക്കുറിച്ച് വളരെ കാര്യക്ഷമമായി ചർച്ച ചെയ്യാനാണ് ഈ സിറ്റുവേഷൻ റൂമിൽ ട്രംപ് നേരിട്ടെത്തിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനിടെ ഇറാൻ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതും നമുക്കിന്ന് എടുത്തു പറയാനുണ്ട്. കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ ധാരണാപത്രം പൂർണ്ണമായി തകർന്നതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അമേരിക്ക ഈ കരാർ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ തങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന പ്രഖ്യാപനം ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക ജനിപ്പിക്കുന്ന പുതിയ സാഹചര്യങ്ങളാണ് ഈ ദിവസവും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. UAEയിൽ ഡൂവിന്റെ നെറ്റ്വർക്കിൽ ഇന്ന് ചില തകരാറുകളും കാര്യങ്ങളും ഒക്കെ ഉപഭോക്താക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ദുബായ്, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉപഭോക്താക്കൾക്ക് വോയിസ് കോളുകൾ വിളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഡു ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.